പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ലോക്സഭ എന്നുള്ളതും അവരുടെ ഫങ്ഷൻസും രാജ്യസഭയും അതിൻ്റെ ഫങ്ഷൻസും കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ലോ മേക്കിംഗ് പ്രൊസീജിയർ. ഇന്ത്യയിലെ നിയമങ്ങൾ നിർമ്മിക്കുന്ന രീതി എന്താണ്, അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോ മേക്കിംഗ് പ്രൊസീജിയർ, രാജ്യത്ത് എങ്ങനെയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് വ്യത്യസ്തമായ കാലയളവുകളിൽ വ്യത്യസ്തമായ നിയമങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിർമ്മിക്കാറുണ്ട് അല്ലേ. ഒരുപാട് നിയമങ്ങൾ അത് നമ്മളും നേരിട്ട് നമുക്ക് പത്രങ്ങളിലൂടെയും മറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. ഏതൊക്കെ നിയമങ്ങളാണ് അടുത്തിടെ രാജ്യത്ത് നിർമ്മിച്ചിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ ദിനേന പത്രങ്ങളിൽ വരുന്നതാണ്. പക്ഷേ എങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കുന്നു, അതിൻ്റെ വ്യത്യസ്ത സ്റ്റേജസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമനിർമ്മാണത്തിൻ്റെ വ്യത്യസ്ത രീതികൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഭാഗം വരുന്നത് പാർലമെൻറ്റാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഓക്കെ, പാർലമെൻറ്റാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിന് 2 സഭകളുണ്ട്, ലോകസഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്. അപ്പോൾ 2 സഭകൾക്കും എന്ത് ചെയ്യാം, നിയമങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ പാർലമെൻറ്റിൽ 2 സഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ മന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർമാരോ ഒക്കെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ ബില്ലുകളായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ പാർലമെൻറ്റിൽ പുതിയൊരു നിയമത്തിന് വേണ്ടി ആദ്യം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പേര് ബില്ല് എന്നായിരിക്കും. ഓക്കെ, ബില്ലുകളായിട്ടാണ് ഒക്കെ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പത്രത്തിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അമെൻമെൻറ്റ് ബില്ല് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെ വിളിക്കുന്നതാണ് ബില്ലുകൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഞാനിവിടെ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു മെമ്പർ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഒരു വിശദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെ ബില്ല് എന്ന് വിളിക്കും. അപ്പോൾ ബില്ല് എന്നുള്ളത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മ വേണം. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലെ മെമ്പർമാർ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളെ പറയുന്ന പേരാണ് ബില്ല് എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ബിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2. ബില്ലുകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ബില്ലുകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് ഗവൺമെൻറ് ബില്ല് എന്നുള്ളതും രണ്ടാമത്തേത് പ്രൈവറ്റ് ബില്ല് എന്നുള്ളതും. 2 ബില്ലുകളാണ് ബില്ലുകളെ നമ്മുടെ രാജ്യത്ത് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗവൺമെൻറ് ബില്ല്, രണ്ടാമത്തേത് പ്രൈവറ്റ് ബില്ല്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ബില്ല് എന്താണ്, പ്രൈവറ്റ് ബില്ല് എന്താണ്? ഓക്കെ, അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് ബില്ലുണ്ട്, പ്രൈവറ്റ് ബില്ലുണ്ട്. ഗവൺമെൻറ് ബിൽ ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2. ഗവൺമെൻറ് ബില്ലിനെ വീണ്ടും 2ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അവയെ മണി ബില്ലെന്നും നോൺ മണി ബില്ലെന്നും പറയും. അപ്പോൾ എന്താണ് ഗവൺമെൻറ് ബില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഗവൺമെൻറ് ബില്ലെന്ന് പറഞ്ഞാൽ ദ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഹൗസ് ബൈ ദി മിനിസ്റ്റർ ഈസ് നോൺ ആസ് ഗവൺമെൻറ് ബില്ല്. നമ്മൾ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു മന്ത്രി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ, അതായത് മിനിസ്റ്റേഴ്സ് ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ അത്തരം ബില്ലുകളെ വിളിക്കുന്ന പേരാണ് ഗവൺമെൻറ് ബില്ല് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ രാജ്യസഭയിലോ ലോകസഭയിലോ മന്ത്രിമാരെന്ത് ചെയ്യാണ്, ബില്ലുകൾ അവതരിപ്പിക്കുകയാണ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ മന്ത്രിമാർ നിയമനിർമ്മാണവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്ന ബില്ലുകളെയാണ് ഗവൺമെൻറ് ബില്ല് എന്ന് പറയുന്നത്. കാരണം അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളായിരിക്കും അവർ അവതരിപ്പിക്കുക. അപ്പോൾ അത്തരം തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത്തരം ബില്ലുകളെ ഗവൺമെൻറ് ബില്ലെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ബില്ലിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊന്നാണ് മണി ബില്ല്, രണ്ടാമത്തത് നോൺ മണി ബില്ല്. അപ്പോൾ മണി ബില്ലെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളെ മണി ബില്ലെന്ന് പറയുന്നു. ദെൻ നോൺ മണി ബില്ലെന്ന് പറഞ്ഞാൽ സാമ്പത്തിക വ്യവസ്ഥിതിയുമായി ബന്ധമില്ലാത്ത തരത്തിലുള്ള ബില്ലുകളെ നോൺ മണി ബില്ല് എന്നും പറയുന്നു. സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഗവൺമെൻറ് ബില്ലാണെന്ന് പറഞ്ഞു അല്ലേ. ആ ഗവൺമെൻറ് ബില്ല് വീണ്ടും 2ആക്കി തരംതിരിച്ചു. അതാണ് മണി ബില്ല്, നോൺ മണി ബില്ലും. ഇനി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ബില്ലാണ്. അതിനെ പ്രൈവറ്റ് ബില്ല് എന്ന് പറയും. അപ്പോൾ പാർലമെൻറ്റിലെ മന്ത്രിമാരല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ മെമ്പർ ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ അത്തരം ബില്ലുകളെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും സാധാരണ മെമ്പർ ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ അത്തരം ബില്ലുകളെ പ്രൈവറ്റ് ബില്ല് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ ബില്ലുകളൊക്കെ പാർലമെൻറ്റ് തീരുമാനത്തിനിടും, അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്യും, ചർച്ച ചെയ്യും.
അപ്പം നിയമമായി മാറുക എന്ന് പറയുന്നത് എല്ലാ ബില്ലുകളും പാർലമെൻറ്റിൻ്റെ വ്യത്യസ്തമായ പ്രൊസീജിയറുകൾ കടന്ന ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിയമമായിട്ട് മാറുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, ബില്ല് എന്നാണ്. ഓക്കെ, പിന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റിൽ വോട്ടിനിട്ട് എല്ലാവരും അംഗീകരിച്ച് പാസ്സാക്കി കഴിഞ്ഞ് ലാസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ ഒപ്പ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നിയമം എന്നുള്ള പേരിലേക്ക് മാറുള്ളൂ. അതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ബില്ല് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുക, അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ബില്ലുകൾ നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ബില്ലുകൾ കൊണ്ടുവരുന്നതിന്, നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വ്യത്യസ്ത സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് പ്രധാനമായിട്ട് 5 സ്റ്റേജാണുള്ളത് കേട്ടോ. അതിൽ ഒന്നാമത്തേത് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പേര് ഒന്നാം വായന അഥവാ ഫസ്റ്റ് റീഡിംഗ് എന്നാണ്. ഫസ്റ്റ് റീഡിംഗ്. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമനിർമ്മാണത്തിനുള്ള ബില്ല് അവതരിപ്പിക്കുന്നതിന് 5 സ്റ്റേജസ് ഉണ്ട്, 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ പേരാണ് ഫസ്റ്റ് റീഡിംഗ് അഥവാ ഒന്നാം വായന. ഓക്കെ, ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മന്ത്രിയോ അല്ലെങ്കിൽ സാധാരണ മെമ്പർമാരൊക്കെ ബില്ല് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇവർ ആദ്യമായിട്ട് ഒരു ബില്ല് സഭയ്ക്ക് മുന്നിൽ വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒന്നാം വായന എന്ന് വിളിക്കുക. ഓക്കെ, ആദ്യമായിട്ട് സഭയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യാണ്, ഇവർ ബില്ല് അവതരിപ്പിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഒന്നാം വായന എന്നുള്ളത്. അപ്പോൾ എന്താണ് ബില്ല് എന്നുള്ളതും അതിലെ പ്രധാനപ്പെട്ട അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഒന്നാം വായനയിൽ ഉൾപ്പെടുക. അല്ലേ, നമ്മളിപ്പോൾ വീട്ടിൽ ഒരു കാര്യം അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ ടൂർ പോകുന്ന അവസരത്തിൽ ഇത്തരം ബില്ലുകൾ അവതരിപ്പിക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് എന്ത് പറയും, ഇന്ന സ്ഥലത്തേക്ക് കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും പോകണം, ഇത്ര രൂപ ചിലവുണ്ട്, അല്ലേ. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുകയാണ്. പിന്നെ സാങ്ഷൻ കിട്ടാൻ കുറച്ച് ചിലപ്പോൾ വൈകും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു മെമ്പർ അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫസ്റ്റ് റീഡിംഗ് അഥവാ ഒന്നാം വായന എന്ന് വിളിക്കുക. ഓക്കെ, ഇനി പലപ്പോഴും ബില്ലുകൾ പല രീതിയിലുള്ള വിവാദങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ അത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്ന അവസരത്തിൽ പാർലമെൻറ്റിൽ സ്പീക്കർ പ്രതിപക്ഷ കക്ഷികളെയും മറ്റൊക്കെ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ ക്ഷണിക്കും, ഒന്നാം വായന എന്നുള്ള രീതിയിൽ. അങ്ങനെ പാർലമെൻറ്റിലെ എല്ലാ മെമ്പർമാരും അവതരിപ്പിക്കപ്പെട്ട ബില്ലിൻ്റെ കോപ്പി കൂടി എന്ത് ചെയ്യും, ഈ ഒരു അവസരത്തിൽ വിതരണം ചെയ്യും. ഓക്കെ, അതൊക്കെ ഫസ്റ്റ് സ്റ്റേജിലാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ഒന്നാം വായന. പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു മെമ്പർ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടമാണ് നമ്മൾ ഈ പേരിൽ അറിയപ്പെടുന്നത് ഫസ്റ്റ് റീഡിംഗ് എന്നുള്ള പേരിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്റ്റേജിൽ അതിനെ വിളിക്കുന്ന പേരാണ് രണ്ടാം വായന അഥവാ സെക്കൻഡ് റീഡിംഗ് എന്നുള്ളത്. അപ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ രണ്ടാം ഘട്ടത്തെ സെക്കൻഡ് റീഡിംഗ് അഥവാ രണ്ടാം വായന എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ബില്ലിൻ്റെ മേൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ഓക്കെ, കൂടുതൽ ചർച്ചകൾക്ക് ഈ ബില്ല് ഈ ഒരു സമയത്ത് രണ്ടാം വായനയിൽ എന്ത് ചെയ്യും, ചർച്ചകൾക്ക് വെക്കും. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിൽ രാജ്യത്ത് പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരുമെന്നും അല്ലെങ്കിൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിൽ ഏതെല്ലാം മാറ്റങ്ങൾ വരുന്നുള്ളതും പിന്നെ അതിന് ഏതെല്ലാം രീതിയിൽ എതിർക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്രതിപക്ഷവും ഒക്കെ എന്ത് ചെയ്യും, ചർച്ചകൾ നടത്തും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പല ആംഗിളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്ന ഘട്ടത്തെയാണ് നമ്മൾ സെക്കൻഡ് റീഡിംഗ് എന്ന് എന്ത് ചെയ്യുക, വിളിക്കുക. അങ്ങനെ ശേഷം ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥിതികളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കും. അപ്പം ജസ്റ്റ് പാർലമെൻറ്റിലുള്ള അവർ മാത്രം ഒന്ന് അത് അവതരിപ്പിച്ച് എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യില്ല, നിയമമാക്കി മാറ്റില്ല. പകരം അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റേജായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെ കമ്മിറ്റി സ്റ്റേജ് എന്നാണ് വിളിക്കുക കേട്ടോ. കമ്മിറ്റി സ്റ്റേജ്. അപ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ മൂന്നാം ഘട്ടത്തെ കമ്മിറ്റി സ്റ്റേജ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നിയമനിർമ്മാണത്തിൻ്റെ മൂന്നാം ഘട്ടമുണ്ട്. ആ മൂന്നാം ഘട്ടത്തെ കമ്മിറ്റി സ്റ്റേജ് എന്ന് വിളിക്കുന്നു. ഓക്കെ, പാർലമെൻറ്റ് നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റി ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥിതികളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ബില്ലിലെ വ്യവസ്ഥിതികൾ രാജ്യത്ത് ഏതെല്ലാം രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ രാജ്യത്തെ സഹായിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദഗ്ധരിൽ നിന്നൊക്കെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ തേടുകയാണ്. ഓക്കെ, ഈ സ്റ്റേജിലുണ്ടാവുക കമ്മിറ്റി സ്റ്റേജ്. ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുക. അവരെന്ത് ചെയ്യും, ഈ ബില്ലിലുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യും. ശേഷം രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള എക്സ്പേർട്ടുകൾ, അതായത് ഓരോ മേഖലയിലും വിദഗ്ധരായിട്ടുള്ള ആളുകളെ
കൂട്ടിച്ചേർത്തുകൊണ്ട് ചർച്ചകൾ നടത്തി അവരോട് ഇതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ പൊതുജനങ്ങളിൽ നിന്നും ചിലപ്പം വിവരങ്ങൾ തേടാറുണ്ട്. ആ രീതിയിൽ പല രീതിയിലും ചർച്ചകളൊക്കെ നടത്തിയിട്ട് അത് ബില്ലുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിൽ ദോഷകരമായും അനുകൂലപരമായും ബാധിക്കുന്നുണ്ട് എന്നതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തെയാണ് നമ്മൾ കമ്മിറ്റി സ്റ്റേജ് എന്ന് വിളിക്കുക. 3-ാം ഘട്ടമാണ് കമ്മിറ്റി സ്റ്റേജ്. അപ്പോൾ ഈ ബില്ലിൻ്റെ മേൽ വിശദമായ ചർച്ച ഈ ഒരു കമ്മിറ്റി സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇനി 4-ാമത്തെ സ്റ്റേജ് പറയുന്നത്, 4th സ്റ്റേജ് പറയുന്നത് റിപ്പോർട്ട് സ്റ്റേജ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഘട്ടം എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, 4-ാം ഘട്ടത്തെ റിപ്പോർട്ട് സ്റ്റേജ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ നേരത്തെ നമ്മൾ അവതരിപ്പിച്ച ബില്ലുണ്ടല്ലോ, ആ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന കമ്മിറ്റി പാർലമെൻറ്റിന് മുന്നിൽ വീണ്ടും സമർപ്പിക്കുകയാണ് റിപ്പോർട്ടായിട്ട്. നേരത്തെ കമ്മിറ്റി നിശ്ചയിച്ചു എന്ന് പറഞ്ഞല്ലോ, ഈ കമ്മിറ്റി എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ബില്ലിലെ ഓരോ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ചും പൂർണ്ണമായ ചർച്ചകൾ പാർലമെൻറ്റിൽ ഉള്ളിൽ നടക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു സമയത്തായിരിക്കും കൂടുതൽ ഡിസ്കഷൻ നടക്കുക. കാരണം പാർലമെൻറ്റ് നിശ്ചയിച്ചൊരു കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, ആ സമയത്ത് വീണ്ടും ഒരുപാട് ചർച്ചകൾ എന്ത് ചെയ്യും, നടക്കും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അവിടെ പാർലമെൻറ്റ് വോട്ടെടുപ്പിലൂടെ പാസ്സാക്കും. വോട്ടെടുപ്പ് നടത്തുകയെന്ന് പറഞ്ഞാൽ കൂടുതൽ പേര് ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ, ഈ ബില്ലിനെ എതിർക്കുകയാണോ ചെയ്യുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വോട്ടെടുപ്പ് നടത്തുക. അപ്പോൾ ആ സമയത്ത് വോട്ടെടുപ്പിനിടും. ഇനി 5th സ്റ്റേജ് 5-ാം ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് 3-ാം വായന എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 1-ാം വായന അഥവാ ഫസ്റ്റ് റീഡിംഗ് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് സെക്കൻഡ് റീഡിംഗ് അഥവാ 2-ാം വായന എന്നുള്ളതാണ്. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് കമ്മിറ്റി സ്റ്റേജ്, കമ്മിറ്റി ഘട്ടം. ഓക്കെ, കമ്മിറ്റിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. 4-ാം സ്റ്റേജ് പറഞ്ഞത് റിപ്പോർട്ട് സ്റ്റേജ്, റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. 5-ാമത്തെ സ്റ്റേജാണ് തേർഡ് റീഡിംഗ് അഥവാ 3-ാം വായന. ഓക്കെ, ദ ഡിബേറ്റ് ഓൺ ദ ബില്ല്. ഈ ഒരു സമയത്ത് കൂടുതൽ ഡിബേറ്റുകൾ, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരൊക്കെ തമ്മിൽ കൂടുതൽ ഡിബേറ്റുകൾ നടക്കുന്ന ഘട്ടമാണ്. അപ്പോൾ ബില്ലിൻ്റെ മേൽ വീണ്ടും ഒരു വോട്ടെടുപ്പൊക്കെ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ 3-ാം വായന എന്നുള്ളത്. അപ്പോൾ പാർലമെൻറ്റിൽ എത്ര അംഗങ്ങളാണോ ഹാജരായിട്ടുള്ളത്, ആ ഹാജരായിട്ടുള്ളതിൽ എത്ര പേര് ബില്ലിനെ അനുകൂലിക്കുന്നുണ്ട്, എത്ര പേര് ബില്ലിനെ എതിർക്കുന്നുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വോട്ടെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് 5th സ്റ്റേജ് അഥവാ 5-ാം ഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്ത് പാർലമെൻറ്റിലെ സ്പീക്കർ എന്ത് ചെയ്യും, വോട്ടെടുപ്പ് നടത്തിയിട്ട് അതിൻ്റെ വിധി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ വിധി പ്രഖ്യാപിക്കുന്ന ഒരവസരം 5-ാമത്തെ സ്റ്റേജ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 5 സ്റ്റേജും കടന്നു കഴിഞ്ഞ് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 2 സഭ ഉണ്ട്. അപ്പോൾ 1-ാമത്തെ സഭയിലാണ് ബില്ല് പാസ്സായത്, ഉടനെ അടുത്ത സഭയിലേക്ക് അയക്കും. ഓക്കെ, ഒരു സഭയിൽ അവതരിപ്പിക്കപ്പെട്ട് പാസ്സായ ബില്ല് 2-ാമത്തെ സഭയുടെ പരിഗണനയ്ക്കായി അയക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സഭയിൽ ഉള്ള അതുപോലെ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെ ഈ സ്റ്റേജസുകളൊക്കെ കടന്നുകൊണ്ട് അവിടെയും എന്തുണ്ടാവും, സെയിം പ്രൊസീജിയർ അവിടെ ഉണ്ടാകും. ഇനി ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ 2-ാമത്തെ സഭയിലും ചർച്ചയ്ക്ക് വരികയും ഭേദഗതികൾ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നിർദ്ദേശിക്കാം. അപ്പോൾ 2-ാമത്തെ സഭയ്ക്ക് വന്നു, അവിടുന്ന് ചില ഭേദഗതികളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ സമർപ്പിക്കാം. ഇല്ലെങ്കിൽ അതിനെ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ പാസ്സാക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എതിർക്കാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും പാസ്സായി കഴിഞ്ഞാൽ പാർലമെൻറ്റിലെ സ്പീക്കർ എന്ത് ചെയ്യും, പ്രസിഡന്റ് ഒപ്പ് വെക്കുന്നതിനായിട്ട് ഇതിനെ അയക്കും. ഓക്കെ, ലോകസഭയുടെ സ്പീക്കർ ഇതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പിന് വേണ്ടിയിട്ട് അയക്കും. അങ്ങനെ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമാണ് പിന്നീട് എന്ത് ചെയ്യുക, അതായത് ആദ്യത്തെ സഭയിലും 2-ാമത്തെ സഭയിലും ഈ ബില്ലിൻ്റെ മേൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ, അതായത് ലോകസഭ ഇതിനെ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കിയില്ല എന്ന് വിചാരിക്കുകയാണ്, ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് കൃത്യമായിട്ട് പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം, ഈ ബില്ലിൻ്റെ മേലിൽ ചർച്ചകൾ വരാൻ വേണ്ടിയിട്ട് സംയുക്ത സമ്മേളനം വിളിക്കാം. ലോകസഭനെയും രാജ്യസഭനെയും ഒരുമിച്ച് ഒരു ഹാളിൽ വിളിച്ച് ചേർക്കാം. ഓക്കെ, അങ്ങനെ ഒരുമിച്ച് ഒരു ഹാളിൽ വിളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, വോട്ടെടുപ്പ് നടക്കും. ആ വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതെന്ത് ചെയ്യും, പാസ്സായതായിട്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ആയതായിട്ടൊക്കെ എന്ത് ചെയ്യാം, പ്രഖ്യാപിക്കാം. ഇനി ഈ ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് അസെൻറ്റ് ബൈ ദി പ്രസിഡൻറ്റ് എന്ത് ചെയ്യുക, ഒപ്പുവെക്കുക എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയാൽ പോലും ഒരു ബില്ല് എന്ത് ചെയ്യൂല, നിയമമായിട്ട് മാറില്ല. ഏതുവരെ, പ്രസിഡന്റ് അതിൽ ഒപ്പ് വെക്കുന്നത് വരെ. പ്രസിഡൻറ്റിൻ്റെ ഒപ്പ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ബില്ല് നിയമമായിട്ട് മാറുള്ളൂ. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും പാസ്സായ ബില്ലുകൾ പ്രസിഡൻറ്റിലേക്ക് സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും ലാസ്റ്റ് ഘട്ടം. ഈ അവസാന ഘട്ടത്തിൽ പ്രസിഡന്റ് ബില്ലിൽ ഒപ്പുവെക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് തിരിച്ചയക്കുകയോ ചെയ്യാം. ഓക്കെ, പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ബില്ല് അതേപോലെ നിയമമായി പ്രഖ്യാപിക്കാം.
ഒപ്പുവെച്ചുകൊണ്ട്. അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് തന്നെ എന്ത് ചെയ്യാം, ഇന്ന മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്തണം എന്ന് പറഞ്ഞിട്ട് ലോകസഭയ്ക്കോ രാജ്യസഭയ്ക്കൊക്കെ അത് എന്ത് ചെയ്യാം, തിരിച്ചയക്കാം. അതിനുള്ള അവസരമൊക്കെ ഉണ്ട്. അങ്ങനെ പ്രസിഡന്റ് തിരിച്ചയക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് വീണ്ടും ഈ ബില്ലിൻ്റെ മേലെ ആദ്യം പറഞ്ഞതുപോലെയുള്ള ചർച്ചകളൊക്കെ എന്ത് ചെയ്യും, വീണ്ടും നടത്തും. ഓക്കെ. ഇനി പ്രസിഡന്റ് അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ട് ആ ബില്ല് രാജ്യത്ത് ഔദ്യോഗിക നിയമമായിട്ട് എന്ത് ചെയ്യും, മാറും. ഓക്കെ. രാജ്യത്ത് ഔദ്യോഗിക നിയമമായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഔദ്യോഗിക നിയമമായി മാറുന്ന ഈ ഒരു ഘട്ടം, അല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന ഘട്ടത്തോടു കൂടി അത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒഫീഷ്യൽ ഒരു നിയമമായിട്ട് എന്ത് ചെയ്യും, മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഘട്ടങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഭാഗം. ഓക്കെ. 5 ഘട്ടങ്ങളാണ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുള്ളത്. എങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഘട്ടങ്ങളാണ് എഴുതേണ്ടി വരിക. ഓക്കെ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫസ്റ്റ് റീഡിങ്, രണ്ടാമത് സെക്കൻഡ് റീഡിങ്, ഓക്കെ, മൂന്നാമത്തത് കമ്മിറ്റി സ്റ്റേജ്, ദെൻ നാലാമത്തേത് റിപ്പോർട്ട് സ്റ്റേജ്, അഞ്ചാമത്തേത് ഫിഫ്ത്ത് സ്റ്റേജ് അഥവാ തേർഡ് റീഡിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നിയമനിർമ്മാണത്തിൻ്റെ രീതി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. ഓക്കെ. താങ്ക് യു.